അജമാംസ ലേഹ്യത്തെക്കുറിച്ച് നമ്മൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അജമാംസ ലേഹ്യത്തിൻ്റെ മഴക്കാലങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഉത്തമമായ ഒരു ലേഹ്യമാണ് അജമാംസ ലേഹ്യം. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും വിവരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത് കഴിക്കുന്ന ലേഹ്യം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അജമാംസ ലേഹ്യം. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വരൂ. ലേഹ്യത്തിൻ്റെ നിർമ്മാണം തുടങ്ങുകയായി. ശർക്കര ഉരുക്കി ഒഴിച്ച ഉരുളിയിലോട്ട് ആട്ടിൻ സൂപ്പ് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 വലിയ ആടുകളെ കഷ്ണങ്ങളാക്കി 36 മണിക്കൂർ അത് അടുപ്പിൽ വെച്ച് വേവിച്ച് വിവിധ പച്ചമരുന്നുകൾ ചേർത്ത് സൂപ്പ് ആക്കിയിരിക്കുകയാണ്. ആ സൂപ്പ് ആണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഒരു കൊല്ലത്തേക്ക് ശരീരത്തിന് വേണ്ട ഊർജം തരുന്ന ഒരു നല്ല ലേഹ്യമാണ് അജമാംസ ലേഹ്യം. കശുവണ്ടി അരച്ചതും അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ ഗുണങ്ങളുള്ള ഒരു ലേഹ്യമാണ് ഈ അജമാംസ ലേഹ്യം. 56-ൽ പരം അങ്ങാടി മരുന്നുകൾ പൊടിച്ച പൗഡർ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അമ്പത്തിയാറ് കൂട്ടം പച്ചമരുന്നുകളാണ് ഈ ലേഹ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അത് ഇളക്കി എടുക്കുകയാണ്. ആട്ടിൻ സൂപ്പും ശർക്കരപ്പാനിയായിട്ട് നമുക്ക് യോജിപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ പതുക്കെ അത് ലയിച്ച് കിട്ടത്തുള്ളൂ. ഈ ലേഹ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. എന്തിനും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ആവശ്യമാണ്. ഇതുണ്ടാക്കുന്നവരെയും കഴിക്കുന്നവരെയും എല്ലാം അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ട ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം അടുപ്പിൽ തീ കൊടുക്കുകയാണ്. ഇനി അത് 5-8 മണിക്കൂർ അടുപ്പിലിരുന്ന് വെന്ത് പറ്റി വരണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. 56-ൽ പരം അങ്ങാടി മരുന്നും പച്ചമരുന്നും ചേർത്ത് ഉണ്ടാക്കുന്നതായ നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് അജമാംസ ലേഹ്യം. ആ ലേഹ്യം ഉണ്ടാക്കുന്നത് ലൈവായിട്ട് നമ്മൾ കാണിക്കുകയാണ്.
ഇത് ശരീരത്ത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ ലേഹ്യം കഴിച്ചാൽ. ഈ ലേഹ്യം കഴിച്ചാൽ ശരീരത്തിന് നല്ല ഊർജ്ജസ്വലതയും ആരോഗ്യവും ലഭിക്കുന്നതാണ്. കൂടാതെ വളരെയേറെ രോഗങ്ങൾക്ക് ആശ്വാസവും ലഭിക്കും. ശരീരത്തിന് വളരെ ഗുണമുള്ളതായ ഈ അജമാംസ ലേഹ്യം എല്ലാവരും മേടിച്ച് കഴിക്കാൻ ശ്രമിക്കണേ. ഇത് എങ്ങനെ മേടിക്കാം, എങ്ങനെ ബുക്ക് ചെയ്ത് മേടിക്കാം എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിൽ നൽകുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻറ്റിനും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ശരീര ക്ഷീണമെല്ലാം മാറാനെല്ലാം സാധിക്കും ഇത് കഴിച്ചാൽ. കൊറോണ പേഷ്യൻസിനും വളരെയേറെ ഗുണമാണ്. ശരീരത്തിൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറി നല്ല ഊർജം ശരീരത്തിന് ലഭിക്കും. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റലാണ്. നമുക്കൊരു ലേഹ്യം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ പ്രോഗ്രാം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വൈദ്യരോട് ചോദിച്ചായി. ഇതിൻ്റെ എന്തൊക്കെ ഗുണഗണങ്ങളുണ്ട് വൈദ്യരെ? ഇത് മഴക്കാലത്ത് കൊടുക്കുന്ന ഒരു ലേഹ്യമാണ്, അജമാംസ കഷായം. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ നമ്മുടെ കാരണവന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അമൂല്യ ഔഷധമാണത്. പ്രായമുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ നന്നായിട്ട് അറിയാൻ ഇതിനെക്കുറിച്ച്. എല്ലുകളുടെ ബലത്തിനും പിന്നെ ശരീര പുഷ്ടിക്കും ക്ഷീണത്തിനും ഒക്കെ നല്ലതല്ല. അതായത് 10 വയസ്സ് മുതലേക്കുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ പ്രസവിച്ച അമ്മമാർക്ക്, അതുപോലെ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രായമുള്ളവർക്ക്, അതുപോലെ തന്നെ ക്യാൻസർ മൂലം സുഖമില്ലാതായിരിക്കുന്ന കീമോയൊക്കെ കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസിന് ഒക്കെ ഉത്തമമായ ഔഷധമാണ്. ഞാനിത് വർഷമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ പൊതുവെ ഇപ്പോൾ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാനൊരു കടി വെക്കുമ്പോൾ തന്നെയുള്ള ഒരു പേടി എല്ലാവരും ചോദിക്കുന്നത് കടി വെക്കുമോ? കടി വെക്കുന്നവരെ ശരീരത്തിന് ഗുണത്തിന് വേണ്ടിയിട്ടില്ല, കടി വയ്ക്കാനുള്ളവരുണ്ട്. കുട്ടികളുടെയൊക്കെ ഓർമ്മക്കുറവും അവരുടെ ഈ സ്കൂളിലൊക്കെ പോയി ഭയങ്കര ക്ഷീണമായിരിക്കും പല കുട്ടികൾക്കും. ചിലർ പറയും എന്ത് കൊടുത്താലും നന്നാവുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തമമാണ്. കൂടാതെ ബലക്കുറവ് ഉള്ളവർക്ക് ഇത് വളരെ ഉത്തമമായ ഒരു ഔഷധമാണ്. 10 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔഷധമാണ് ഈ അജമാംസ ലേഹ്യം. എല്ലുകളുടെ ഉറപ്പിനും ശരീരത്തിൻ്റെ പുഷ്ടിക്കും അങ്ങനെ വളരെയേറെ ഗുണങ്ങൾ ഇത് നൽകുന്നു. ഹായ്, നമസ്കാരം. ഇതെൻ്റെ സ്നേഹിതൻ ബിനോയ് വൈദ്യർ. ഇത് ഇവിടുത്തെ ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടർ. വേറെന്താണ് ഡോക്ടർ? ശരി. ഇതെന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ ലേഹ്യത്തിൻ്റെ ഗുണങ്ങൾ? ലേഹ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നാൽ, പ്രായമായവർക്ക് മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അസ്ഥിസന്ധികളുമായിട്ട് സംബന്ധിച്ച പ്രശ്നങ്ങളുള്ളവർക്ക്, ബലക്കുറവുള്ളവർക്ക്, ക്ഷീണം,
ഓർമ്മക്കുറവ് അങ്ങനെയുള്ള സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 10 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ക്ഷീണം കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ക്യാൻസർ പോലെയുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വന്ന് കീമോ ചെയ്യുന്ന ആൾക്കാർക്കായിട്ട് നമുക്കിത് ഉപയോഗിച്ച് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം അത് സംബന്ധിച്ച് ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. എന്തൊക്കെ മരുന്നുകളാണ് ഡോക്ടറെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? ഇതിൽ അങ്ങാടി മരുന്നും പച്ചമരുന്നും ഉൾപ്പെടെ 56 തരം മരുന്നുകൾ, 56 കൂട്ടം മരുന്ന് ഉപയോഗിക്കുന്നു. ഏതൊക്കെ സമയത്താണ് ഇത് കഴിക്കുന്നത്? ഇത് നമുക്ക് എല്ലാ സമയങ്ങളും ഉപയോഗിക്കാം. മെയിനായിട്ട് മഴക്കാലങ്ങളായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും ശരീരത്തിനൊക്കെ കുറച്ചുകൂടെ നല്ലത്. ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് ഡോക്ടറെ? ഇത് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ വീതം കഴിക്കുന്നതാണ്. ഇതിന് പുറമെ 1 ഗ്ലാസ് പാലോ ചൂടുവെള്ളമോ കഴിക്കുന്നത് ഉത്തമമായി. ലേഹ്യം കഴിച്ചത്. ഇനി നമുക്ക് വൈദ്യരോട് ചോദിക്കാം, ഇത് എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് വൈദ്യര് ഇങ്ങനെയുള്ള ലേഹ്യങ്ങൾ? ഇത് 10 വർഷത്തിലധികമായി ഞങ്ങൾ നിർമ്മിക്കുന്നു. ഇത് അജമാംസ ലേഹ്യമാണ്. ഇത് മാത്രമല്ല മറ്റു പല മരുന്നുകളും നിർമ്മിക്കുന്നു. ഇത് എങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാം? ഇത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ തരാം. അതിനകത്ത് 2 വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുടെ പേരും അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറെല്ലാം കൂടെ അയച്ചു തരികയാണെങ്കിൽ എത്രയാണ് വേണ്ടത്, 1 കിലോ വേണോ, 1/2 കിലോ വേണോ, 2 കിലോ വേണോ, എത്രയാണ് വേണ്ടതെന്നുള്ളത് അതവർ മുൻകൂട്ടി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവർ തിരിച്ച് വിളിച്ച് ലേഹ്യമായി കഴിയുമ്പോൾ തിരിച്ച് വിളിച്ച് ഗൂഗിൾ പേ നമ്പറും മറ്റുമൊക്കെ ഞങ്ങൾ അവർക്ക് ഫോർവേഡ് ചെയ്യും. പിന്നെ ഞങ്ങൾ കേരളത്തിലെല്ലാവർക്കും ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊറിയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പൈസ ഗൂഗിൾ പേ ആയിട്ട് 900 രൂപയാണ് ഇതിന് റേറ്റ് കിലോയ്ക്ക് അത് പോസ്റ്റൽ ചാർജാണ്. പോസ്റ്റ് ചാർജ് നമ്മൾ ഈടാക്കുന്നില്ല. മരുന്നിൻ്റെ മാത്രം കേരളത്തിൽ മാത്രം. കേരളത്തിന് വെളിക്ക് കൊടുക്കാൻ സാധിക്കും. അത് നമുക്ക് ഓരോ സ്റ്റേറ്റിൻ്റെ അനുസരിച്ചായിരിക്കും വരുന്നത്. അതിപ്പോൾ തീർച്ചപ്പെടുത്തി പറയാൻ വയ്യ. നമ്മൾ അവർ കൊറിയറോ അതിനായിട്ട് ചോദിച്ചിട്ട് വേണം. എന്നാലും ചെറിയ പൈസയുടെ ഇതേ വരുള്ളൂ. ഇപ്പോൾ പലയിടത്തു നിന്നും അഹമ്മദാബാദിൽ നിന്ന്, പിന്നെ പഞ്ചാബിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് പലയിടത്തും വിളിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ഫൈനലൈസ് ചെയ്യും. കണ്ടതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം. അങ്ങനെ വളരെ ആരോഗ്യദായകമായ ഈ അജമാംസ ലേഹ്യം എല്ലാവരും മേടിച്ച് കഴിക്കാൻ ശ്രമിക്കുക. 1 കിലോയുടെയും 1/2 കിലോയുടെയും പാക്കറ്റുകളുണ്ട്. 900 രൂപയാണ് ഇത് കിലോയ്ക്ക് വില. കേരളത്തിലൂടെയും പോസ്റ്റൽ ചാർജ് ഫ്രീ ആയിട്ട് അവർ നൽകി തരുന്നതാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വേണ്ടവർക്ക് നൽകി തരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അജമാംസ ലേഹ്യം ഇന്ന് തന്നെ ഉറപ്പാക്കുക. ഇതാണ് നമ്മുടെ നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ. വിവിധങ്ങളായ രോഗങ്ങൾ ഉള്ളവർക്ക് ഇവിടെ കിടത്തി ചികിത്സ ലഭ്യമാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല എന്ന സ്ഥലത്ത് തുകലശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആയുർവേദ ഹോസ്പിറ്റലാണ് നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ. വിവിധങ്ങളായ അസുഖങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്ന നല്ല ഒരു അന്തരീക്ഷമുള്ള ആയുർവേദ ഹോസ്പിറ്റലാണ് നവജ്യോതി ഹോസ്പിറ്റൽ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ബായ് ബായ്.